ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി യോഗം അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന പ്രകരണത്തിലാണ്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുലാമൃതൈകരസിക, കുലസങ്കേതപാലിനി, കുലാംഗന, കുലാന്തസ്ഥ എന്നുള്ള മന്ത്രങ്ങളുടെ വിശദീകരണം നമ്മൾ കേട്ടു. നമ്മുടെ പണ്ടത്തെ വ്യാഖ്യാന രീതി ഇങ്ങനെയാണ്. ഒരു ശ്ലോകം ആദ്യം അക്ഷരം തെറ്റാതെ പറയും. പദച്ഛേദങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനെ പദച്ഛേദം ചെയ്യും. പിന്നെ അതിനെ അന്വയിക്കും. സാധാരണ പദ്യങ്ങളിലൊക്കെ ഈ ക്രമം മാറിക്കിടക്കുന്നത് കാണാം. അതിനെ ഒരു പൂർണ്ണമായ ഒരു സെൻറ്റൻസാക്കി അതിനെ ആദ്യം അന്വയിക്കും. പിന്നെ അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം പറയും. അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളോടുള്ള പൂർവ്വ അപരബന്ധം, അതിന് മുമ്പേ എന്ത് പറഞ്ഞു, അതിന് ശേഷം എന്ത് പറഞ്ഞു, അത് രണ്ടും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം, ലളിതമായിട്ടുള്ള അർത്ഥം, പിന്നെ അതിൻ്റെ ഭാവാർത്ഥം, പിന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം, പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മുടെ ശാസ്ത്ര വിശകലനം ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക. ഒരു ശാസ്ത്രം മറ്റുള്ള ശാസ്ത്രങ്ങളോട് ബന്ധിച്ച് കിടക്കും. അതുപോലെ ഒരു നാമം അതിൻ്റെ മുമ്പേത്തെ നാമത്തോടും അതിൻ്റെ അപരനാമത്തോടും കൂടി ബന്ധമുണ്ടാവും. ഈ ലളിതാ സഹസ്രനാമം പോലത്തെ കൃതികളിൽ ആദ്യത്തെ നാമം മുതൽക്ക് അവസാനത്തെ നാമം വരെ ഉള്ളത് പരസ്പരം ബന്ധിച്ച് കിടക്കുന്നതാണ്. അതിൽ തന്നെ ഒരു പ്രകരണം എന്ന് പറയുന്നത് ഒരേ അർത്ഥം ഉള്ള, ഒരേ തത്വമുള്ള ഒരു ഭാഗത്തെയാണ് പറയുന്നത്. അതിൻ്റെ കുണ്ടലിനി യോഗം പറ്റി പ്രതിപാദിക്കുന്ന കുലാമൃതൈകരസിക എന്നുള്ള മന്ത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 94-ാമത്തെ മന്ത്രം കൗലിനി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൗലം, കുലം സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അർത്ഥം. കുലം സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കൗലം. ദേവി കൗലിനിയാണ്. കുണ്ടലിനി ദേവിയാണ് ദേവി. കൗലം എന്ന് വെച്ചാൽ അചലമായ ശിവൻ. ശിവതത്വം അചലമാണ്, നിർഗുണമാണ്, നിഷ്കളമാണ്. അതിനെ ശക്തി പ്രാപിക്കുന്നു. രണ്ടുപേരും കൂടി ഉള്ള സംയോഗം, കൂടിച്ചേരൽ, അതാണ് കൗലം. അചലമായ ശിവത്തെ ചലിക്കുന്ന ശക്തി, മൂലാധാരത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് കുണ്ടലിനി ശക്തി ശിവതത്വത്തെ പ്രാപിക്കുന്നു. ഇവരുടെ സംയോഗത്തെ പറയുന്നതാണ് കൗലം, കൗലമാർഗം. ദേവി കൗലിനിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്ന വിഷയം. കൗലിനി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം സംയോഗിച്ചിട്ടുള്ള രൂപം. ശിവനും ശിവതത്വവും ശക്തിതത്വവും സംയോഗിച്ചിട്ടുള്ള രൂപം. ശിവശക്തി സാമരസ്യം എന്നാണ് ഇതിനെ ശാക്തേയന്മാർ പറയുന്നത്. ഈ ആരാധനയിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന് ചക്രം, ഒന്ന് പൂജ, പിന്നെ ഉപാസകൻ. ചക്രസങ്കേതം, പൂജാസങ്കേതം എന്നൊക്കെ ഇതിനെ നമ്മൾ പറയും. ഈ 3ൻ്റെയും കുലസങ്കേതപാലിനി എന്ന ദേവിയുടെ മന്ത്രത്തിൽ ഇത് നേരത്തെ ഇതിൻ്റെ സങ്കേതങ്ങളെ, ഇതിൻ്റെ രഹസ്യങ്ങളെ ഒക്കെ പാലിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ അതിനെ പറഞ്ഞു. അചലമായ ശിവതത്വത്തെ ചലിക്കുന്ന കുണ്ടലിനി ശക്തി ചെന്ന് പ്രാപിക്കുന്നു. ഇവരുടെ സാമരസ്യം, ഇവരുടെ സംയുക്തമായ രൂപം, ശിവശക്തി സാമരസ്യ രൂപം ആണ് കൗലിനി എന്ന് പറയുന്ന യോഗിനി. അതിനെയാണ് കൗലിനി എന്ന് പറയുന്നത്. സാമരസ്യപരായണ എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൻ്റെ മന്ത്രം സൂചിപ്പിക്കുന്നതും ഇതിനെയാണ്. രണ്ടുപേരും കൂടിച്ചേരുന്നതിന് സംയോഗത്തെയാണ് ഇത് പറയുന്നത്. അതുപോലെ ഈ ചക്രസങ്കേതങ്ങളിൽ നമ്മൾ ശ്രീചക്രത്തെ നന്നായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ശിവചക്രങ്ങളുണ്ട്, ശക്തിചക്രങ്ങളുണ്ട്. രണ്ടും ഒന്നിനെ ഒന്ന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് അടങ്ങി നിൽക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇവർ രണ്ടുപേരും അഭിന്നരായ ശക്തികളാണ്. എങ്ങനെയാണോ അഗ്നിയെയും അതിൻ്റെ ചൂടിനെയും വേർപെടുത്താൻ സാധിക്കില്ല,
സൂര്യനെയും അതിൻ്റെ പ്രകാശത്തെയും വേർപെടുത്താൻ സാധിക്കാത്തതുപോലെ ശിവതത്വത്തെ ശക്തിതത്വത്തിൽ നിന്ന് ഭിന്നമായിട്ട് കാണാൻ സാധിക്കില്ല. ഒന്ന് തന്നെയാണ് മറ്റൊന്നും. ഒന്നിനെ ധർമ്മം എന്നുള്ളത് ചൂട് എന്നുള്ളതുപോലെ അതിനെ ഉള്ളടക്കുന്ന ശക്തിയാണ് ധർമ്മി. അഗ്നിയാണ് ധർമ്മി, അതിൻ്റെ ചൂടാണ് അതിൻ്റെ ധർമ്മം. അതുപോലെ ശക്തിതത്വവും ശിവതത്വവും രണ്ടും പരസ്പരം എപ്പോഴും സംയോജിച്ച് കിടക്കുന്നു. സാമരസ്യ രൂപമാണ് ഇവർക്കുള്ളത്. ഈ രണ്ട് തത്വങ്ങളും ഒന്നിൽ ഒന്ന് ഉള്ളടങ്ങുന്നതാണ്, രണ്ടും അഭിന്നമാണ്. ശിവശക്തി സാമരസ്യ രൂപത്തെ മനസ്സിലാക്കുന്നതാണ് ഈ ശ്രീവിദ്യ ഉപാസന. അത് മന്ത്രമായാലും അതെ, ചക്രമായാലും അതെ, ഏത് രീതിയിലാണെങ്കിലും ഈ സാധകനും ചക്രവും ഗുരുവും ആരാധിക്കുന്ന ഈശ്വരിയും ഒക്കെ ഒന്നാണ് എന്ന് മനസ്സിലാക്കലാണ് ഈ ആരാധനാക്രമത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം. കൗലിനി എന്ന് വെച്ചാൽ ശിവനും ശക്തിയും സാമരസ്യമായിട്ടുള്ള രൂപത്തോടു കൂടിയവൾ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കേണ്ടത്. ശ്രീ ലളിതാ സഹസ്രനാമം വശന്യാദി വാഗ്ദേവികളാൽ നിർമ്മിതമാണ്. ഈ വാഗ്ദേവികൾ 8 പേരാണ്. അതിൽ ഒരാളുടെ പേര് കൗലിനി എന്നാണ്. അതും കൂടി ഈ നാമത്തിൻ്റെ അർത്ഥമാണ്. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.